ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായി കേട്ടിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് അഡോബി പ്രീമിയർ പ്രോ, അതുപോലെ നമുക്ക് ഡാവിഞ്ചി റിസോൾവ്, ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനൽ കട്ട് പ്രോ, ഇവയെല്ലാം ആയിരിക്കും. ഇത്തരത്തിൽ ഈ ഒരു 3 ആപ്ലിക്കേഷനെല്ലാം ഇതിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ എല്ലാം വരാറുണ്ട്. ഇതിൽ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലാണ് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 3 ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയമെല്ലാം ഉണ്ട്. ആദ്യം ഞാൻ എഡിറ്റിംഗ് എല്ലാം തുടങ്ങുന്നത് ഈ 3 ആപ്ലിക്കേഷനിൽ ഏറ്റവും ഫസ്റ്റായി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നത് പ്രീമിയർ പ്രോ തന്നെയാണ്. അതിനാൽ തന്നെ കുറച്ച് വർഷത്തെ എനിക്ക് അതിൽ പരിചയമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയായി എനിക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ അതിൽ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആദ്യമായി ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾ ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായി തോന്നുക. കാരണം നിങ്ങൾ ഫസ്റ്റേ പഠിക്കുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ എല്ലാമാണ്. അതിനാൽ തന്നെ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായി തോന്നുക. കാരണം കുറേ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനുമായിട്ടുണ്ടാകും. അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ്. പ്രീമിയർ പ്രോ യൂസ് ചെയ്യുമ്പോൾ വളരെ ഈസിയായി എനിക്ക് എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് മറ്റ് 2 ആപ്ലിക്കേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് ഇത് എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രീമിയർ പ്രോ എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ നൽകണം. നിങ്ങൾ പ്രീമിയർ പ്രോ എല്ലാം യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ പ്രീമിയർ പ്രോ, അതുപോലെ ഫോട്ടോഷോപ്പ്, അഡോബ് ഓഡീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം തന്നെ സെപ്പറേറ്റ് പ്രൈസ് എല്ലാം നമ്മൾ മന്ത്ലി എല്ലാം കൊടുക്കേണ്ടതായി വരും. അതിനാൽ തന്നെയാണ് ഒട്ടേറെ പേർ ഇത്തരത്തിൽ ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി വൺ ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രീ ആയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതെല്ലാം ഉണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ ഞാനും ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി 2-3 വർഷമായി പ്രീമിയർ പ്രോ എല്ലാം യൂസ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് എല്ലാം കൊടുത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിൽ ഇത് നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിലും നമ്മൾ ചെറിയ ഒരു എമൗണ്ട് ആണെങ്കിൽ കൂടി നമുക്കതൊരു ഇയർ ആകുമ്പോഴേക്കും വലിയ ഒരു എമൗണ്ട് എല്ലാമായി തീരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത് കുറേ വർഷങ്ങളെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എല്ലാം കൊടുക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് എല്ലാം നമ്മൾ ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വൺ ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഫിലിമോര എന്നൊരു ആപ്ലിക്കേഷൻ എല്ലാമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കുറച്ചു കാലമെല്ലാം യൂസ് ചെയ്തിരുന്നു. എന്നാൽ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു 3 ആപ്ലിക്കേഷൻ എല്ലാം ആയിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുക. എന്നാൽ നമുക്ക് പ്രീമിയർ പ്രോയിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസിലാണെങ്കിലും ഇനി അല്ല നിങ്ങൾ മാക് യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇനി ഇപ്പോൾ നിങ്ങൾ ഫൈനൽ കട്ട് പ്രോ എല്ലാം പർച്ചേസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിന് ഏകദേശം 30,000-ൽ താഴെയെല്ലാമാണ് നമുക്കിതിൻ്റെ പ്രൈസ് എല്ലാം വരുന്നത്. ഇത് വൺ ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാമെന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്നാൽ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്യാപ്പബിളായ ഒരു മാക് സിസ്റ്റം എല്ലാം ഉണ്ടെങ്കിലാണ് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. വിൻഡോസിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മാക്ബുക്ക് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സിസ്റ്റം അത്യാവശ്യം ക്യാപ്പബിൾ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. ആദ്യമായി പഠിക്കുന്നവർക്ക് കുറച്ച് ലേണിംഗ് കേർവ്സ് എല്ലാം വരുമെങ്കിലും വളരെയധികം, കാരണം നമുക്ക് ഒരു തവണ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് ലൈഫ് ടൈം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വളരെ ഈസിയായി നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടൻറ് എല്ലാമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഇത്തരത്തിൽ ഈ പ്രീമിയർ പ്രോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനൽ കട്ട് പ്രോ, ഇതെല്ലാം തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് യൂട്യൂബിൻ്റെ കണ്ടൻറ് ക്രിയേഷൻ എല്ലാം ഈ ഒരു ആവശ്യം മാത്രമാണ് വരുന്നത്.
എന്നാൽ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാവിൻസി റിസോൾവ് എല്ലാമാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കേപ്പബിളായ ഒരു സിസ്റ്റം എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ വേർഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്രീ വേർഷനിൽ തന്നെ നിങ്ങൾക്ക് 90% ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു എഡിറ്റിങ്ങിന് വേണ്ട, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ട, ഇനി അല്ലെങ്കിൽ അതിലും കൂടുതലായി പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഫ്രീ വേർഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം സിസ്റ്റം പെർഫോമൻസ് എല്ലാം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എല്ലാം ഇതിന് കേപ്പബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ പെയ്ഡ് വേർഷൻ എല്ലാം എടുക്കണമെങ്കിൽ, അതായത് സ്റ്റുഡിയോ വേർഷൻ എന്നാണ് പറയുന്നത്. ഈ ഡാവിൻസി റിസോൾവ് സ്റ്റുഡിയോ എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മറ്റു അഡ്വാൻറ്റേജസ്, അതായത് നിങ്ങൾക്ക് എഫക്ട്സിലാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നോയ്സ് റിഡക്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കാര്യം, അതായത് സ്റ്റുഡിയോ വേർഷൻ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് റെൻഡറിങ്ങിൻ്റെ സ്പീഡെല്ലാം വർദ്ധിക്കാനും ഇത്തരത്തിൽ ഈ ഒരു പെയ്ഡ് വേർഷൻ എല്ലാം സഹായിക്കുന്നുണ്ട്. ഏറ്റവും മെയിനായി ഈ ഡാവിൻസി യൂസ് ചെയ്യുന്നത് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലെല്ലാം യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എല്ലാമാണ്. അപ്പോൾ സിനിമയിലെല്ലാം തന്നെ നല്ല രീതിയിൽ കളർ ഗ്രേഡിംഗ് എല്ലാം ചെയ്യുന്നവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇത്രത്തോളം കപ്പാസിറ്റി ഇല്ലാത്തൊരു മെഷീനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അഡോബിയുടെ പ്രീമിയർ പ്രോ എന്നെല്ലാം പറയുന്നത്. ഞാനൊരു ആവറേജ് സിസ്റ്റത്തിലെല്ലാം അത് ഒരുപാട് നാളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ സിസ്റ്റത്തിൽ ഞാൻ ഈ ഡാവിൻസി റിസോൾവിൻ്റെ ഫ്രീ വേർഷൻ എല്ലാം ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റം എല്ലാം വളരെയധികം ഹാങ് ആവുകയെല്ലാം ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ ആ ഒരു കോൺഫിഗറേഷൻ അത് ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നില്ല. അതിനാൽ തന്നെ നമ്മുടെ സിസ്റ്റം പെർഫോമൻസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റം പെർഫോമൻസ് എല്ലാം ഉണ്ടായിരിക്കണം. ഇനി ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം തീർക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലെല്ലാം ആണെങ്കിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രീമിയർ പ്രോ എല്ലാം ഇത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വൺ ടൈം പർച്ചേഴ്സായി ഒരു സോഫ്റ്റ്വെയർ എല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാക് യൂസർ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് FCP തന്നെയാണ്. അതായത് ഇതിൻ്റെ റെൻഡറിങ്, അതുപോലെ നമുക്ക് ഫാസ്റ്റായി മാക്ബുക്കിൽ എഡിറ്റ് ചെയ്യാൻ, റെൻഡർ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ ഇത് അവരുടെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലെല്ലാം ഇത് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരു 3 ആപ്ലിക്കേഷനും ഇതുപോലെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ആപ്ലിക്കേഷനും നല്ല രീതിയിലെല്ലാം പെർഫോം ചെയ്യുന്നതും അതുപോലെ നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും സോഫ്റ്റ്വെയർ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ? ഇത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കറൻ്റ്ലി നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഇതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർ ഇപ്പോൾ ഞാൻ പ്രീമിയർ എല്ലാമാണ് യൂസ് ചെയ്തിരുന്നത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ആലോചിച്ച് ഇപ്പോൾ ഞാൻ ഈ ഒരു ഡാവിൻസി റിസോൾവ് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മറ്റു അഡ്വാൻറ്റേജസ് എല്ലാം തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്രീ വേർഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ വൺ ടൈം പർച്ചേഴ്സ് എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിലെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് എല്ലാം ആയി തീരാറുണ്ട്. അതിനാൽ തന്നെ ഞാൻ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സർവീസിലേക്കെല്ലാമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണമെല്ലാം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായി തോന്നുന്ന സോഫ്റ്റ്വെയർ ഇത് ഏതാണ് എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്